എത്താം. രഞ്ജിത്ത്, സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുമോ എന്ന സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്കെല്ലാം അറിയുന്ന പോലെ എനിക്ക് വ്യക്തമായ ധാരണയുള്ള കാര്യമാണ് 2008 ഭീകരവാദ സംഘടനയിലേക്ക് കേരളത്തിൽ നിന്ന് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത കേസുമായിട്ടുള്ള ബന്ധം. കാശ്മീരിൽ 4 കേരളത്തിൽ നിന്നുള്ള യുവാക്കൾ സുരക്ഷാ സേനയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരിച്ച വിഷയം, ഗൾഫിൽ തന്നെ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ബന്ധമുള്ള ഒരു ഗൾഫിലെ മലയാളിയായിട്ടുള്ള ഒരു പ്രധാനി, ഇത്തരം ചില വിഷയങ്ങളൊക്കെയായി റാണയുടെ പേരുകൾ ഇതിന് മുൻകാലങ്ങളിൽ പലതവണ അന്വേഷണ ഏജൻസികൾ ഉയർത്തിയ വിഷയമാണ്. അങ്ങനെ ചില കേസുകൾ ഇതിനകത്ത് നിൽക്കുന്നുമുണ്ട്. സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരാനുള്ളൊരു സാധ്യത, BJP അടക്കം ഇതിൽ കൂടുതൽ സ്റ്റേക്ക് എടുത്ത് പറയാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാനാവില്ല ഈ സമയത്ത്, അല്ലേ? അപർണ, നേരത്തെ തന്നെ ഈ 2008 കേരള പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ, കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തഹാവൂർ റാണയുടെ കേരള സന്ദർശനം സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അത് വളരെ കൃത്യമായി തന്നെ അന്ന് NIA-ക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് ജേക്കബ് പുന്നൂസ്, ഇന്നത്തെ DGP അടക്കം വ്യക്തമാക്കിയ പശ്ചാത്തലം ഇതിനോടുകൂടി ചേർത്ത് വെക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ വിവരങ്ങൾ ഇപ്പോൾ തന്നെ NIA-യുടെ പക്കലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു എങ്കിലും ഈ റാണയെ ഇതുവരെ വിട്ടുകിട്ടാതിരുന്നതാണ് ഒരു പ്രശ്നമായി NIA സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം, കോപ്പൻഹേഗിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് റാണ അന്ന് മുതൽ തന്നെ അമേരിക്കയിൽ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ്. പിന്നീട് ദീർഘകാലം നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഒടുവിലാണ് ഇപ്പോൾ റാണയെ വിട്ടുകിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും മറ്റും ചെയ്യുന്നത്. ഏതായാലും ഈ 2008 നവംബർ 26 നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ മുൻപ് ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കാനും വിവരശേഖരണം നടത്താനും മറ്റുമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ റാണയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ NIA-ക്ക് അന്ന് തന്നെ വളരെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇതനുസരിച്ചാണ് NIA സംഘം വീണ്ടും കേരളത്തിലെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കേരള പോലീസിനും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും മറ്റും ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ നിർദ്ദേശം NIA-യുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസിന്റെ കൂടി സഹായം തേടിയിട്ടുള്ള അന്വേഷണമാകും ഉണ്ടാകുക. ഒരുപക്ഷേ ഞാൻ തിരികെ എത്താൻ രഞ്ജിത്ത്. ഇപ്പോൾ നമുക്കിപ്പോൾ NIA-യുടെ മുൻ SP ശ്രീ TK രാജ്മോഹൻ ചേർന്നു. ശ്രീ TK രാജ്മോഹൻ, കേരളവുമായിട്ടുള്ള ബന്ധം, അതായത് കേരളത്തിൽ നിന്ന് കൃത്യമായിട്ട് ഒരു സഹായം ലഭിച്ചിരിക്കുന്നു ഈ ആക്രമണങ്ങൾ നടത്താൻ, ആ തരത്തിലാണോ കാണേണ്ടത്? അതോ ഈ ആക്രമണങ്ങൾക്ക് റാണ ഉദ്ദേശിച്ചിരുന്ന നഗരങ്ങളിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഈ തരത്തിലൊരു ആശയക്കുഴപ്പമുണ്ട്. ഏതായാലും ഒരു കേരള കണക്ഷൻ, ഒരു കൊച്ചി കണക്ഷൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണോ ദേശീയ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചോളം? നേരത്തെ തന്നെ പല കേസുകളുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് കരുതിയിരുന്ന ഒരു കാര്യം കൂടെ അല്ലേ? അതെ, ഈ ഹെഡ്ലിയായി ബന്ധപ്പെട്ട കേസിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോഴാണ് ഹെഡ്ലിക്ക് ബാക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലിയുടെ ഈ ട്രാവല്, ഹെഡ്ലിന്റെ ഫൈനാൻസ്, ഹെഡ്ലിനെ കവർ ചെയ്ത ഒരു ഓർഗനൈസേഷൻ മാതിരിയാണ് ഈ തഹാവൂർ റാണയുടെ ഈ എമിഗ്രേഷൻ ഓഫീസ് വർക്ക്ഔട്ട് ചെയ്തത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ മനസ്സിലായത് ഈ അദ്ദേഹത്തിന്റെ ഈ തഹാവൂർ റാണ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട് എന്നുകൂടി വിവരം കിട്ടിയത്. അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു യാത്രയാണ് കൊച്ചിയുള്ളത്. അതുപോലെ തന്നെ അഹമ്മദാബാദ് പോയിട്ടുണ്ട്, UP പോയിട്ടുണ്ട്, പിന്നെ അങ്ങനെ കുറെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഈ ട്രെയിനിലൊക്കെ പിറകെ പോയപ്പോഴാണ് മനസ്സിലായത് അയാളും അയാളുടെ വൈഫ് എന്ന് പറയുന്ന ലേഡിയുമായിട്ട് ഇവിടെ ഹോട്ടൽ താജിൽ വന്ന് താമസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇൻഫർമേഷനും അത് അന്ന് അന്വേഷണ ഏജൻസികളായ NIA അതിനെപ്പറ്റി അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ കാര്യമായ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പല സംശയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ സംശയങ്ങൾ അന്ന് അതുപോലെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ സഹായമൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ കേരള പോലീസും NIA എല്ലാം കൂടി അന്ന് ആ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയതും. പക്ഷെ അന്വേഷണത്തിൽ ചൂണ്ടുപലകയായിട്ട് പല സംശയങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനായിട്ട് ബന്ധപ്പെട്ട് മതിയായ തെളിവുകൾ, അതായത് ഒരു കോൺക്രീറ്റ് എവിഡൻസ് കളക്ട് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം ഈ തഹാവൂർ റാണ എന്നുള്ള ആള് ഇന്ത്യ വിട്ടു പോയിട്ട് വേറെ കേസിൽപ്പെട്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ റാണയെ ഇൻട്രോഗേറ്റ് ചെയ്യാനോ നേരിട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ മറ്റ് എവിഡൻസുകൾ കൂടി കോൺട്രാക്ട് ചെയ്യാനോ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും റാണയെ കസ്റ്റഡി കിട്ടിയ അവസ്ഥക്ക് അവിടെ ഇന്ററോഗേഷനിൽ സ്വാഭാവികമായിട്ട് എന്തിനാണ് അഹമ്മദാബാദിൽ പോയത്, എന്തിനാണ് ആഗ്രയിൽ പോയത്, എന്തിനാണ് കൊച്ചിയിലേക്ക് വന്നത്, അതിനെപ്പറ്റി ഡീറ്റെയിൽ അന്വേഷിക്കാൻ പറ്റും. കൂടാതെ ഈ നമ്മളെ കൈവശം ഒരുപാട് എവിഡൻസുകൾ ഉണ്ടല്ലോ ഓൾറെഡി കളക്ട് ചെയ്ത്.
ഇപ്പൊ കൊച്ചിയിൽ വന്നത് എവിടെയാണ്, കൊച്ചി താമസിക്കുന്ന സ്ഥലമാണ്, എത്ര ദിവസം താമസിച്ചു, ആരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഇനി കൂടുതൽ ഇൻഫർമേഷൻ വല്ലതും കിട്ടാറുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഡീറ്റെയിൽ ആയ ഇൻവെസ്റ്റിഗേഷൻ ഫർദറായി കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും NIA ഓഫീസർമാർ തീർച്ചയായിട്ടും അത് കൊച്ചിയായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം കൊച്ചിയിൽ വല്ല ബാക്കപ്പ് ഉണ്ടായിട്ടുണ്ടോ, കൊച്ചിയിൽ വേറെ വല്ല വൈറ്റൽ ഇൻസ്റ്റലേഷൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ, പിന്നെ കൊച്ചിയുടെ ആക്സബിലിറ്റി ത്രൂ സീ അല്ലെങ്കിൽ കൊച്ചിയുടെ ബാക്കി നാവിക കേന്ദ്രങ്ങളുള്ളത്, പിന്നെ കൂടാതെ കൊച്ചിയിൽ ബന്ധപ്പെട്ട വല്ല ഫൈനാൻസ് ഉണ്ടോ, കൂടാതെ കൊച്ചിയിൽ ഇവരെ ബാക്കപ്പ് ചെയ്യാൻ ഇവരെ സഹായിക്കാൻ വേണ്ടി വല്ല സ്ലീപ്പർ സെൽസ് ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇയാളെ ഇപ്പൊ നേരിട്ട് കയ്യിൽ കിട്ടിയതുകൊണ്ട് അയാളുടെ ഫർദർ ഇന്ററോഗേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഡീറ്റെയിൽ ആയിട്ട് NIA ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പക്ഷെ അതിന് ഉപലഭ്യമായിട്ട് പറയാനുള്ളത് ഇപ്പോഴും തന്നെ കുറച്ച് ഇൻഫർമേഷൻ കയ്യിലുണ്ട്. ഈ ആദ്യ കാലത്ത് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻ കൂടി ഇതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ബലവത്തായ അന്വേഷണം നടത്താൻ പറ്റും. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വല്ല പോസിറ്റീവായിട്ട് വല്ല എവിഡൻസുകളുണ്ടോ, കൊച്ചിയായി ബന്ധപ്പെട്ട് സീരിയസ് ആയ വല്ലതും ഉണ്ടോ, അല്ല വെറും കുറെ സ്ഥലം കാണാൻ വന്നതാണ്. പിന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടന്റ് ആയ ആസ്പെക്ടുകളിൽ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ കൊച്ചിയിലൊരു സിനഗോ ഉണ്ട്. അതായത് ഈ ജ്യൂസ് കമ്മ്യൂണിറ്റിന്റെ ഒരു 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 ടെമ്പിൾ ഉണ്ട്. അതായത് ഇന്ത്യയിൽ 2-3 സ്ഥലത്തേ ഉള്ളൂ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പം അന്ന് അങ്ങനെ ഒരു ആക്ട് കൂടെ ഇതിനുണ്ട്. അപ്പൊ അതുകൂടി ഇൻവെസ്റ്റിഗേഷനിൽ കൊണ്ടുവരട്ടാണ്. അപ്പൊ സിനഗോ വിസിറ്റ് ചെയ്യാൻ വന്നാണോ, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വന്നതാണോ, അങ്ങനെ ഒരു പുതിയ ടാർഗറ്റ് വെച്ചതാണോ എന്താണെന്ന് ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഈ അക്യൂസ്ഡ് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്ത് ബാക്കി അതിന്റെ ശ്രീ TK രാജ്മോഹൻ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളും ഉള്ളതുകൊണ്ട് അത് ബാംഗ്ലൂർ സ്ഫോടന കേസുകളായിട്ടും ബന്ധമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുമോ? അങ്ങനെ എന്തെങ്കിലും നമുക്ക് കരുതാൻ കഴിയുമോ ഇപ്പോൾ? എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന് തന്നെ സംസ്ഥാന ഏജൻസി അന്വേഷണം നടത്തിയിരുന്നു. കാരണം ഇന്ന് കേരളത്തിൽ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ബാംഗ്ലൂർ ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കേരളത്തിലായിട്ട് അന്ന് ലിങ്കേജ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി അന്നത്തെ സംസ്ഥാന പോലീസും അന്നത്തെ NIA ബാംഗ്ലൂർ പോലീസും ബാംഗ്ലൂരിന്റെ ATS ഒക്കെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും നമ്മളെ മുന്നിലുള്ളത് എന്തിനാണ് ഈ ഹെഡ്ലിയുടെ കൂട്ടുകാരനായ തഹാവൂർ റാണെ കൊച്ചിയിലേക്ക് വന്ന് 2 ദിവസം താമസിച്ചത്? അതിന് പ്രാരംഭമായിട്ട് വല്ല പ്രല്യൂഡായിട്ടോ അല്ല അതിന് ശേഷമോ വല്ല ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ? അതുമല്ല ഈ ടാർഗറ്റ്, അതായത് മുംബൈമാര് ഒരുപാട് സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സംശയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ടാർഗറ്റ് ആണോ കൊച്ചി? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും NIA അന്വേഷിക്കും. അതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ വിസിറ്റിൽ കൊച്ചിയുടെ വൾണറബിലിറ്റി എന്ന് പറയുന്നത് കൊച്ചി ഒരു നമ്മുടെ പിന്നെ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഫോർട്ടാണ്. കൂടാതെ അവിടെ നേവൽ ബേസിന്റെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്സബിലിറ്റി ത്രൂ സീ, ഇതൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണോ? പിന്നെ കൂടാതെ വല്ല സ്ലീപ്പർ സെൽസോ ഫൈനാൻസോ ഫണ്ടിങ്ങോ ഉണ്ടോ? ഇതൊക്കെ അന്വേഷിക്കണം. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും NIA ഈ കൊച്ചിയും കൂടി ഒരു ഹബ്ബായി മാറ്റുന്നതും ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും എന്നാണ് പറയാനുള്ളത്. ഓക്കെ, വളരെ നന്ദി. NIA മുൻ SP TK രാജ്മോഹനാണ് വിഷയം സംസാരിച്ചത്. ആജ്ഞ രവീന്ദ്രൻ കൂടി കൊച്ചിയിൽ നിന്നിരുന്നു. ആജ്ഞ, ഈ കൊച്ചിയുടെ നേരത്തെ ശ്രീ TK രാജ്മോഹൻ പറഞ്ഞു നിർത്തുന്നത് പോലെ കൊച്ചിയുടെ ഒരു വൾണറബിലിറ്റി ഇതിലൊരു വിഷയമായിട്ട് നിൽക്കുകയാണ്. ഇത് ഏത് തരത്തിലാണ് ഈ വലകൾ നീണ്ടു കിടക്കുന്നത്, അതിൽ തീവ്രവാദ ബന്ധം ഒക്കെ തപ്പിയെടുക്കുക എന്ന് പറയുന്നിടത്തുണ്ടാകുന്ന ചില വെല്ലുവിളികൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന അന്വേഷണ ഏജൻസികളുമായി ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണ പാത തന്നെ ആയിരിക്കും അതിൽ കൂടുതൽ പ്രാപ്യമായിട്ടുള്ള കാര്യം. എന്തെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടോ? ഒരു സംയുക്ത അന്വേഷണം കൂടിയാണോ ഈ ഒരു വശത്ത് നടക്കുന്നത്?